channel first time ഒരു travel vlog ചെയ്യാൻ പോവാണ്. So I am so excited. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ? എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്ലേസ് ആണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഗോവ. നമ്മൾ ഗോവയിലേക്കാണ് പോകാൻ പോകുന്നത്. സോ ഇപ്പോൾ സീസൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഡേറ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. സോ ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം ബിഹൈൻഡ് ദി ക്യാമറയാണ് രണ്ടുപേരുള്ളത്. അപ്പോൾ ഒരാൾ ഫോണിലൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണ്, ഒരാൾ ക്യാമറയിൽ മീൻസ് എന്താ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ട്രെയിൻ വന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അതായത് അറൗണ്ട് ഒരു 12 മണിക്കാണ് ട്രെയിൻ വരുന്ന ടൈം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം ടൈം അറൗണ്ട് 10:30 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ഒരു 2 hours കൂടുതലുണ്ട്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് നമുക്ക് ട്രെയിനിൽ കയറിയതിന് ശേഷമുള്ള വിവരങ്ങൾ കാണാം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ ഡേ ടൈമിൽ കൊങ്കൺ പാസ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ഓൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ടു മൈ കോൾ ട്രിപ്പ്. സ്റ്റേഷനാണ് പാസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ചായ മേടിച്ചിട്ട് കയറിയായിരുന്നു. അപ്പോൾ അത് മാത്രം കുടിച്ചൊന്നും വിശക്കുന്നുണ്ട്. വി ആർ ഹംഗ്രി. ബട്ട് നമുക്ക് റെയിൽവേ ഫുഡ് കഴിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ഫുഡാണല്ലോ. കുറ്റം പറയുന്നതല്ല, ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിനി ഏതെങ്കിലും അടുത്ത സ്റ്റേഷനിൽ ഒരു 5 minutes കൂടുതൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇറങ്ങി എന്തെങ്കിലും സ്നാക്സ് മേടിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇനി ഒരു 5 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഒരു 5 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഡ്രീം പ്ലേസിലെത്തുവാണ്. ഗോവയിൽ നമ്മളെത്തും. ആൻഡ് അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ ഒരു സൂപ്പർ വ്യൂ ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ കൊങ്കൺ റെയിൽവേയുടെ സൂപ്പർ വ്യൂ കാണാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പം നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊരു സൂപ്പർ വ്യൂ ഞാൻ എന്തായാലും ക്യാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ മുംബൈ സ്റ്റേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കൊങ്കൺ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയിലേക്കാണ്. അടുത്ത എൻട്രി എന്ന് പറയുന്നത്. സോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ആ എൻട്രിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് കാണാം എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ ഉള്ളത്.
ഒക്കെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ അതൊന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മുടെ ഡേ 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കലാങ്കോട്ട് ബീച്ചാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കലാങ്കോട്ട് ബീച്ചിനടുത്തുള്ള ഒരു സ്റ്റേ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബീച്ചാണ്, കലാങ്കോട്ട് ബീച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കലാങ്കോട്ട് ബീച്ചിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും ആൾക്കാർ നമ്മളടുക്ക് ഓടി വന്ന് ചോദിക്കുന്ന ഒരുപാട് ഏജൻ്റാണുള്ളത്. ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നതിനേക്കാളും ടൂറിസ്റ്റിനേക്കാളും കൂടുതലുള്ള ഏജൻറ്റുമാർ നമ്മളോട് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. സംസാരിച്ചിട്ട് അവർ ചോദിക്കുന്ന ടാറ്റൂ ചെയ്യണോ, വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് സ്കൂബ ഡൈവിംഗ് ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, ബനാന റൈഡ് ഉണ്ട്, ജെറ്റ് സ്കൈ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഏതാണ് നമുക്ക് റീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
कलर डिस्काउंट कर दें कलर चेंजिंग बैग है कलर चेंजिंग ले लो बोतल ले लो कैसी मैडम बोतल बोतल से ले लो कौन सी छोटा वाला है बड़ा वाला नहीं handmade items in the Kerala cheap rate or reasonable rate items. Items
ആർ ഇൻ അവർ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷൻ നമ്മളൊരു 15 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് എത്തിയത്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനാണ് സിരിഡൌ ബീച്ച് അല്ലെങ്കിൽ റോക്ക് കട്ട് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. റോക്ക് കട്ട് ബീച്ച് എന്നറിയപ്പെടാൻ കാരണം ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് റോക്സ്, അതായത് കടലിനുള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് റോക്ക് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കാണാൻ ഗൈസ്. ഒരുപാട് സീഷെൽസ് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഫുള്ളിങ്ങനെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മീൻസ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഇവിടെ ഈ സിരിഡൌ ബീച്ചിന് റോക്കറ്റ് ബീച്ച് എന്ന് പേര് വരാനുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കടലിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്കൊന്ന് സീഷെൽസിൽ വന്ന് അടിഞ്ഞു കൂടിയതാണ് ഈ റോക്കിലൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരകൾ വരുമ്പോഴത്തേക്കും ഈ സീഷെൽസ് വന്നിട്ട് ഈ റോക്കിൽ അടിഞ്ഞു കൂടിയിട്ട് അത് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് പോലെയാണ് ഇതിലെല്ലാം കാണുന്നത്. അല്ലാണ്ട് ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള റോക്ക് നമുക്ക് കാണാൻ പറ്റും. അസ്തമിക്കുന്ന ടൈമാണ് ഗൈസ്, അതുകൊണ്ട് സൂപ്പർ വ്യൂ ആണ്. അതുകൂടെ കാണിച്ചു ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇവിടുത്തെ റോക്കറ്റ്സ് എല്ലാം ചാനൽ. സോ ഇന്ന് ഡേ 2 ആണ് ഗോവയിലെ. അപ്പം നമ്മുടെ ഇന്നലത്തെ ഡേ ആകെ കൊളാപ്സ് ആയിപ്പോയി. കാരണം ഞങ്ങൾക്ക് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് ആകെ കലാങ്കോട്ട് ബീച്ചിലും ബാഗ ബീച്ചിലും മാത്രമാണ് പോകാൻ പറ്റിയത്. സോ ഇന്ന് നമ്മൾ ഡെസ്റ്റിനേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഗോഡ ഫോർട്ടാണ്. അപ്പം
അപ്പം അഗോഡ ഫോർട്ട് ഗോവയിലെ ഒരു ഫേമസ് ഫോർട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർ 1609 ബിൽഡ് ചെയ്തതാണ്. ഇവർ മെയിനായിട്ട് ഒരു ലൈറ്റ് ഹൗസോട് കൂടിയാണ് ഈ ഫോർട്ട് ബിൽഡ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇത് പോർച്ചുഗീസുകാർ ഡച്ച് ആൻഡ് മറാത്ത ഇൻവേഡേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഹോൾഡായിട്ടാണ് ഇതവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫോർട്ടിനുള്ളിൽ ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് കാണാം. കയറിയിട്ടില്ല. ഇതിൻ്റെ എൻട്രി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയൊരു ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വെച്ചാൽ ആകെ ഒരു എൻട്രി മാത്രമുള്ളൂ, ഒരു ബ്രിഡ്ജ് മാത്രമാണ് ഒരു എൻട്രി ആയിട്ടുള്ളത്. പിന്നെ താഴെ 2 ടണൽസ് ഉണ്ട്. അപ്പോൾ അത് മേ ബി ഇവിടെ വാട്ടർ ആയിരുന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് അവർ മറാത്തേനും ഡച്ചിനെയൊക്കെ പോർച്ചുഗീസുകാർ ഡിഫെൻഡ് ചെയ്തതെന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. സോ ഇതാണ് ഫോർട്ടിലേക്കുള്ള എൻട്രി. അറ്റാക്ക് ചെയ്യാൻ വന്നാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, ഈ ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ബിക്കോസ് അവിടെ കാടും മീൻസ് കരഭൂമികളാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കടലാണുള്ളത്. അപ്പോൾ കടലിൽ നിന്ന് വന്നാലും അല്ലാണ്ട് വന്നാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോർട്ട് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. സോ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർക്കെതിരെ നല്ലൊരു പ്രിക്കോഷനാണ് അവരെടുത്തേക്കുന്നത്. ഈ കാണുന്ന സൈഡ് ഫുള്ള് കടലാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിലോ അങ്ങനെ എല്ലാം വിസിബിൾ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതാണ് കോട്ടയുടെ അകം. ഇതാണ് അപ്പം അഗോഡ ഫോർട്ടിന്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വാട്ടർ റിസർവറിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം അതിന്റെ എൻട്രി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് വാട്ടർ റിസർവറിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല, ഇത് ലോക്കാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ വാട്ടർ റിസർവർ എന്ന് പറയുന്നത് 23,76,000 ഗാലൻ വാട്ടർ സ്റ്റോറേജ് ആണ് അവർ ചെയ്തേക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ റെയിൻ വാട്ടർ ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ വാട്ടർ സ്റ്റോറേജ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. സോ ഈ വെള്ളം എന്ന് പറയുന്നത് ഇവർ ഡ്രിങ്കിങ് വാട്ടറായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതിന് മെയിനായിട്ട് ഇവിടെ ഷിപ്പ്, ഈ കടൽ മാർഗം വഴി ഇവിടെ എത്തുന്ന ഇവിടെ ഷിപ്പ് ആങ്കർ ചെയ്യുന്ന ടൈമിൽ അവർക്ക് അടിയിലൂടെയുള്ള പൈപ്പ്സ് വഴി ഈ വാട്ടർ അവർക്ക് ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഇവർ സ്റ്റോറേജ്
ആണ്. റെയിൻ വാട്ടർ ഉള്ളിലേക്ക് പോകാനായിട്ട് ഈ സൈഡ് ഇതുപോലുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹോളുകൾ വരുന്ന ബ്രിക്സ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് റെയിൻ വാട്ടേഴ്സ് ഉള്ളിലേക്ക് പോകുന്നത്. ഇവർ പറയുന്നത് ഇതൊരു സ്വീറ്റ് ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇത് റെയിൻ വാട്ടർ ആയതുകൊണ്ടായിരിക്കും ഇത് സ്വീറ്റ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറാനായിട്ട് എൻട്രി എവിടെയാണ്, ഇവിടെയെല്ലാം ചെറിയ ചെറിയ ആ സൈഡിലെല്ലാം ചെറിയ ചെറിയ വിൻഡോസ് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോറേജിനോടൊപ്പം തന്നെ അത് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ വിൻഡോസ് എന്ന് പറയുന്നത്. ഒരു വാളിൽ 4 വിൻഡോസ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വാട്ടർ സ്റ്റോറേജിന്റെ മെയിൻ വ്യൂ ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. Come on guys. ഒരാളുടെ പൊക്കത്തിലാണ് ഈ വോള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പൊക്കത്തിൽ കയറി നിന്നിട്ടാണ് അങ്ങോട്ടേക്ക് നോക്കുന്നത്. പക്ഷേ ഇവർ അങ്ങനെ ആയിരിക്കില്ല നോക്കുന്നത്. ഇവർ മിക്കവാറും ഹൈഡ് ചെയ്ത് ഇരുന്നായിരിക്കും അങ്ങോട്ടേക്ക് നോക്കുന്നത്. കടൽ മാർഗം വഴി വരുന്നവർക്ക്, മീൻസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നവർക്കാണെങ്കിലും ഇവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് കാണാനേ വരത്തില്ല. കാരണം ആ രീതിയിലാണ് ഈ വോള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വാട്ടർ സ്റ്റോറേജിന്റെ എയർ വിൻഡോസ് ആണ്. ഇങ്ങനെ പലതായിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കും വലുതായിട്ട് പലതുണ്ട്. മേ ബി ഇതുവഴിയുള്ള റെയിൻ വാട്ടേഴ്സും അവർ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരുപാട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, അതായത് ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് വരുന്നവർക്ക്, അറിയാത്തവർക്ക് വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതുപോലെ ജിയോഗ്രഫിക്കൽ എക്സ്പ്ലനേഷൻ, ഹിസ്റ്ററി, എല്ലാ എക്സ്പ്ലനേഷനും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 19th സെഞ്ച്വറി ആയപ്പം ഈ അഗോഡ ഫോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മാറി, അത് ഡിക്ലൈൻ ആയി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അഗോഡ ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പഞ്ചിൻ സിറ്റി ഡെവലപ്പ് ആയത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു ഗുഡ് കണ്ടീഷനിൽ നമ്മുടെ പഞ്ചിൻ സിറ്റി എത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, കുറേ വോൾസ് നമ്മുടെ ഈ ഫോർട്ടിൻ്റെ ഓരോ വോൾസും ഗ്രിൽസ് കൊണ്ടും അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്, അത് ഈ കാണുന്നതാണ്. കോട്ടയ്ക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ്. പക്ഷെ നമുക്ക് ആർക്കും ഇപ്പം എൻട്രി ഇല്ല, ഇതെല്ലാം ലോക്ക് ചെയ്തേക്കുവാണ്. പിന്നെ ഒരുപാട് എൻട്രികൾ ഇപ്പം അവർ കല്ല് വെച്ച് ഹൈഡ് മീൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് അന്ന് മേ ബി ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, പോർച്ചുഗീസുകാർ ഇവിടെ നിന്നൊക്കെ പോയതുകൊണ്ടായിരിക്കാം. പിന്നെ പല എൻട്രികളും ഗ്രിൽ ഫോമിൽ മീൻസ് ഗ്രില്ലായിട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലത് കല്ല് വെച്ച് തന്നെ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ അഗോഡ ഫോർട്ടിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മുടെ ഡേ 3 ആണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഡേയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഗോവ മ്യൂസിയം, അതുപോലെ തന്നെ നമ്മൾ
കല്ലുകളാണ്. അതായത് നമ്മുടെ പാറക്കല്ല് പോലെയുള്ള കല്ലുകളാണ്. സോ നമുക്ക് നടക്കാനൊക്കെ മണ്ണ് കയറുമെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ടതല്ല, അങ്ങനെ ഒരു ഇറിറ്റേഷൻ വേണ്ടി വരില്ല. നമുക്ക് കല്ലിലൂടെ നല്ല രീതിയിൽ വാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളമുണ്ട്. പിന്നെ അവിടെയൊക്കെ കുറച്ച് നൈറ്റ് ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോവാം. നല്ല തെളിനീര് വെള്ളമാണ്. സാധാരണ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ വരുമ്പം ഇത്രയും തെളിനീര് വെള്ളം നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമുക്ക് സാധാരണ ബീച്ചിൻ്റെ സൈഡിൽ വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സ്മെല്ലില്ല. പക്ഷേ സോൾട്ടി വാട്ടറാണ്. പക്ഷെ നല്ല തെളിനീരായിട്ടുണ്ട്. സാധാരണ നമ്മൾ അരുവി, ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു അരുവിയൊക്കെ കാണത്തില്ലേ, അതേ കൂട്ടുണ്ട് കാണാൻ വേണ്ടി. മേ ബി ഈ കല്ലുകൾക്കിടയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ രാവിലെ വരേണ്ട ഒരു സ്ഥലമായിരുന്നു. രാവിലെ നമ്മൾ മിസ് ചെയ്തു. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. വേറൊരു കാര്യം ഇവിടത്തെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗ്യം അപേക്ഷിച്ച് നോക്കുമ്പം ഒരു 30 അല്ലെങ്കിൽ ഒരു 40% മാത്രമാണ് നൈറ്റ് ലൈഫ് നമ്മുടെ അഞ്ചിന ബീച്ചിലുള്ളത്. നൈറ്റ് ലൈഫ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഒരു 30% ഉള്ളൂ. ബാക്കിയിലാണെങ്കിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. പക്ഷേ കപ്പിൾസിനോ ലവേഴ്സിനോ ഒക്കെ വന്ന് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഡിന്നറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതിനുവേണ്ടി
ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോവയിലെ ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബാഗ ബീച്ചിൻ്റെ എൻട്രിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഗോവയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തത് നിങ്ങൾ പോവാന്നുണ്ടെങ്കിൽ ബാഗ ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോഴും നല്ല നല്ല റിവ്യൂ, അതായത് ഒരുപാട് പബ്ബുണ്ട്, പിന്നെ നൈറ്റ് ലൈഫ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണെന്നാണ് എല്ലാം കണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങളുടെ ഗോവയുടെ ബാഗ ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ഗൈസ്. Thank you.
है।